ഞാനൊരു ഓവർ തിങ്കറാണോ? പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിതല്ലേ. ഒരു സംഭവം നടന്നതിന് ശേഷം ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞത്, അയാൾക്ക് എന്നെക്കുറിച്ച് എന്ത് തോന്നിക്കാണും, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഓവർ തിങ്കർ ആകുമോ? ആക്ച്വലി ഇല്ല. കാരണം തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. തിങ്കിങ് എന്നത് ഒരു പ്രശ്നമുണ്ടായി, ദെൻ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. ഓക്കെ, ആ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ദെൻ നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തും. ദിസ് ഈസ് തിങ്കിങ്. അതായത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ആ ആലോചനകളെല്ലാം നമ്മളെ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഓവർ തിങ്കിങ് എന്താണ്? ഒരു പ്രോബ്ലം ഉണ്ടായതിനു ശേഷം നമ്മുടെ മനസ്സ് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നു. അതായത് ആ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടായത്, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയോ, അയാൾ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെട്ടത്, മേ ബി അയാൾക്ക് എന്നോട് എന്തെങ്കിലും പേഴ്സണൽ വിരോധം കാണുമോ, ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൻ്റെ അവസാനം ഒരു ഡിസിഷനോ ഒരു സൊല്യൂഷനോ ഒന്നും ഉണ്ടാകില്ല. നമ്മുടെ മൈൻഡ് മാത്രം കൂടുതൽ കൂടുതൽ ടയേർഡ് ആയിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് വെയർ തിങ്കിങ് ക്യാൻ ടേൺ ഇൻടു ഓവർ തിങ്കിങ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, റിപ്ലൈ കിട്ടാൻ കുറച്ച് താമസിച്ചു. ഓക്കെ, ഞാൻ തിങ്കിങ് ആണ് ചെയ്യുന്നത് എങ്കിൽ എൻ്റെ മൈൻഡിൽ കടന്നു വരുന്നത് അയാൾ മേ ബി ബിസി ആയിരിക്കും, ഫ്രീ ആകുമ്പോൾ എനിക്ക് റിപ്ലൈ തന്നോളൂ. പക്ഷേ ഞാൻ ഓവർ തിങ്കിങ് ആണ് ചെയ്യുന്നത് എങ്കിൽ എൻ്റെ മൈൻഡിൽ കടന്നു വരുന്നത് എന്തായിരിക്കും? ഓക്കെ, അയാൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം കാണുമോ, അല്ല എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ, അതോ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും മെസ്സേജ് അയച്ചോ, ഇനി ഞാൻ ഒന്നുകൂടെ മെസ്സേജ് അയച്ചു നോക്കണോ? ലൈക്ക് ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഒരു റിപ്ലൈ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഒരു കഥ പോലെ സൃഷ്ടിച്ചെടുക്കും. ഇതാണ് ഓവർ തിങ്കിങ്. ഓൾസോ ഓവർ തിങ്കിങ് എന്നത് നമ്മൾ ഒരുപാട് ആലോചിക്കുന്നത് ആകണമെന്നില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ കുറെ ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറെ ചിന്തിച്ചൊക്കെയാണ് ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ആലോചനകളെല്ലാം എന്നെ ഒരു ബെറ്റർ ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ബെറ്റർ സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നുണ്ടോ, അതോ ഞാനൊരു ലൂപ്പിൽ തന്നെ കിടന്ന് സ്റ്റക്കായി നിൽക്കുകയാണോ എന്നതാണ്. നിങ്ങളൊരു ഓവർ തിങ്കർ ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, എൻ്റെ ഈ തോട്ട്സ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതോ എന്നെ എവിടെയോ സ്റ്റക്കാക്കി നിർത്തിയേക്കുകയാണോ എന്നാണ്. കാരണം തിങ്കിങ് ഓഫൻ ഗീവ്സ് യു ക്ലാരിറ്റി, വൈൽ ഓവർ തിങ്കിങ് ടേക്സ് ദാറ്റ് ക്ലാരിറ്റി എവേ. താങ്ക് യു.